ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. Yes. ഓഫ്ലൈൻ കംപ്ലീറ്റ് തന്നെ ആരെങ്കിലും വരാനുണ്ടോ? ഓൺലൈൻ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത്. ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നവർക്ക് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത്. ബാക്കിയുള്ളവരോ? സാർ എൻ്റെ സെറ്റിങ്സിൽ ഓഫ് ആണ്, ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ. ബാക്കി ആൽവിൻ, അനന്തു, അക്ഷയ്, സന്തി, ഷബാസ്. ബാക്കിയുള്ള 3 പേരോ? അക്ഷയ്, സെബിൻ, ഷബാസ്. ഹലോ ഉം. സാർ, ലാപ്പിൽ ക്യാമറ ഇല്ല, ഫോണിൽ കയറിയത്. ഓക്കെ. ബാക്കിയുള്ളൊരു അക്ഷയും ഷബാസോ? ഓക്കെ സെബിൻ, കുഴപ്പമില്ല, ഒട്ടേക്ക്. ഷബാസ്. ഹലോ സാർ. ഉം. ഞാൻ എൻ്റെ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് ഫോണിലാണ് കാണുന്നത്. ഓക്കെ 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 ഒട്ടേക്ക്. എല്ലാവരും ഓഫ് ചെയ്തേക്കും കേട്ടോ. ജസ്റ്റ് വേറെ അവിടെ തന്നെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കേട്ടോ. ഇതൊന്നും ചെയ്യാത്ത തന്നെ നിങ്ങളായിട്ട് ഓരോന്ന് ചെയ്യിച്ചതാണ് കേട്ടോ. ഉം. അല്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ഒരു രീതിയിലോട്ട് എന്നെ നിങ്ങൾ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ഓരോ ക്ലാസ്സിനും കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസ് കൂടിക്കൂടി വരുവാണ് കേട്ടോ. ഞാൻ ഫ്രീ ആക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എന്താ ഒരു പറ്റില്ല. എന്നെ ഫ്രീ ആക്കി വിടരുത്, ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുമ്പിലിട്ട് തരും. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അത്, റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ക്ലാസ്സിൽ വെക്കണം എന്നുള്ളത്. എത്രത്തോളം ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫ്രീ ആയിട്ട് ഞാൻ എപ്പോഴും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറുള്ളൂ. പക്ഷെ ഓരോ ബാച്ച് കഴിയുന്നതോറും എന്താണ്, ഇത് മാറി 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 പോവാണ്. പണ്ടൊക്കെയുള്ള ബാച്ചൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ എനിക്ക് ടോപ്പിക് പോലും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരോട് പറഞ്ഞാൽ മതി നാളെ വരുമ്പോഴേക്ക് ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് വരണം. അവരപ്പൊ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അത്രയും ഫ്രീ ആയിട്ടായിരുന്നു നമ്മള് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായത്. അത്രയും ഫ്രീ ആയിരുന്നു മൊത്തം ആ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസ് ആയിട്ട്. അവരിപ്പോഴും എനിക്ക് നല്ല കോൺടാക്റ്റിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും ഉണ്ട്. അവർക്ക് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് പറയും, സാർ എങ്ങനെയാണ്, തീരെ പറ്റുന്നില്ല, എന്താ ചെയ്യുന്നത്, അവർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് സംസാരിക്കും. ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ഒരു ബാച്ചിലും ആ ഒരു ലെവൽ ഓഫ് എന്താ പറയാ ഒരു ഇന്ററാക്ഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഞാനായിട്ട് തുടങ്ങി വെക്കുന്നതൊന്നല്ല, അത് അവരായിട്ട് ഇങ്ങോട്ട് വന്ന് തുടങ്ങി വെക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ഉണ്ട് അതുപോലെ ബാച്ച്. മുമ്പ് കഴിഞ്ഞ ഡിസംബർ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അവരിപ്പോഴും ഓരോ ആവശ്യങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു സ്റ്റുഡന്റിനെ പറഞ്ഞുള്ളൂ, സാർ അവർ സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇതുവരെ സ്റ്റൈപ്പൻഡ് തന്നില്ല, ആകെ സിറ്റുവേഷൻ ഭയങ്കര കുഴപ്പമാണ്, എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചിട്ട് അവർ വിളിക്കുവാണ്.
അപ്പൊ അതേ ബാച്ചിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞു സാർ എന്റെ കമ്പനിയിൽ വേക്കൻസി ഉണ്ട്, അവന്റെ റെസ്യൂം തന്നേക്ക്, ഞാൻ അവനെ അവിടത്തേക്ക് കയറ്റാന്നാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു, അവന്റെ റെസ്യൂം വാങ്ങിയിട്ട് അവര് ക്ലാസ്സിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്തു, പാസ് ചെയ്തു. അപ്പൊ അവൻ അത് ത്രൂ എന്ത് ചെയ്യും, അവനൊരു ജോബ് കിട്ടാം. സെയിം ബാച്ചിലെ സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണക്ഷൻ ഉള്ളത്, നമുക്ക് എന്ത് ചെയ്യാം, അവരോട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഓപ്പണിംഗ് ഉണ്ടോ, ഇങ്ങനെ ഒരാളുണ്ട്, തന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് ഓരോ ആൾക്കാരുടെയും എന്ത് ചെയ്യുന്ന ജീവിതം തന്നെ മാറുന്നത് കേട്ടോ. ഓക്കെ, മുമ്പ് ഇതുപോലൊരു ബാച്ച് കൂടി ഉണ്ടായിരുന്നു. ആ ബാച്ചില് എന്താ പറയാ ഭയങ്കര യൂണിറ്റി ആയിരുന്നു. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര യൂണിറ്റിയാണ്. അവർ ലീവ് എടുക്കുന്ന കാര്യത്തിലും വരുന്ന കാര്യത്തിലെല്ലാം ഒരുപോലെയാണ്. ലീവ് എടുക്കുന്ന എല്ലാവരും ഒരുമിച്ചിട്ട് ലീവ് എടുക്കും. ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ടേ വരും. ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ടേ ചെയ്യും. എല്ലാം ഭയങ്കര യൂണിറ്റി. എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്യൂ വരുന്നത്, പക്ഷെ പിന്നീട് എനിക്കത് നല്ലതായിട്ട് തോന്നി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ. ആ ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും പ്ലേസ്ഡ് ആവും. ലുമിനാറിന്റെ ഹെൽപ്പ് ഒന്നും ഞാൻ പറയില്ല, അവർ തന്നെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. അതിൽ നല്ല രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടി, പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, സാലറി ഉണ്ടായിരുന്നില്ല. സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടില്ല. പക്ഷെ ആ ബാച്ചിൽ വേറൊരു സ്റ്റുഡന്റ് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അപ്പൊ അവിടെ രണ്ട് ഓപ്പണിംഗ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവരെ നേരെ അങ്ങോട്ട് കയറ്റി. നമ്മൾ പോലും അറിയാതെ അവർ തന്നെ എന്ത് ചെയ്തു, കോർഡിനേറ്റ് ചെയ്തിട്ട് അവരങ്ങോട്ട് മാറ്റി. അവരെല്ലാവരും ഹാപ്പി. അവർ പണ്ട് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ എങ്ങനെയാണോ എൻജോയ് ചെയ്തത്, അതുപോലെ ആ ബാച്ചിൽ എല്ലാ സ്റ്റുഡൻസ് ഇപ്പോഴും അതേ എൻജോയ്മെന്റ് അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നത് എങ്ങനെയാണോ അതിപ്പോഴും അതുപോലെ തന്നെയുള്ളത്. അതിലൊരു വ്യത്യാസം ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടോ, അത് എന്റെ കഴിവോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കഴിവ് കൊണ്ടൊന്നല്ല. അവർ നമ്മൾ അത്രയും യൂണിറ്റി ആയിരുന്നു എല്ലാ കാര്യത്തിലും. ആ യൂണിറ്റി അവർ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫോളോ ചെയ്തു. അപ്പൊ അങ്ങനെ ആയിരിക്കണം കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാലേ വല്ലതും നേടാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓൺലൈനിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? Yes, sir. ഓക്കെ, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത ഒരു വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആർക്കെങ്കിലും എന്താണെന്ന് അറിയുന്നത്? അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹയസ്റ്റ് പർച്ചേസ് നടത്തിയ കസ്റ്റമറുടെ പേരോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും അങ്ങനെയാ ചെയ്തത്. കസ്റ്റമറുടെ നെയിം ഗ്രൂപ്പ് ചെയ്തിട്ട് റവന്യൂ അഗ്രിഗേഷൻ ചെയ്തോ, എന്നിട്ട് ടോപ്പൻ ചെയ്തു. പക്ഷെ അതിന് കഴിയുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഒരു ടേബിൾ വിഷ്വൽ സെലക്ട് ചെയ്തു. നിങ്ങൾ ചെയ്തത് ജസ്റ്റ് ഇവിടെ വിഷ്വലൈസേഷൻ ത്രൂ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. കസ്റ്റമർ ഡാറ്റയില് കസ്റ്റമറുടെ പേര്, ഇപ്പൊ എന്താ ഈ കസ്റ്റമറുടെ പേര് ഇവിടെ ഗ്രൂപ്പ് ആയില്ലേ? നമ്മുടെ കയ്യിൽ എത്ര കസ്റ്റമേഴ്സിന്റെ പേരുള്ളത് അതറിയോ, ഓർമ്മയുണ്ടോ? നമ്മുടെ കയ്യിൽ എത്ര കസ്റ്റമേഴ്സിന്റെ പേരുള്ളത്? 801 കസ്റ്റമേഴ്സിന്റെ പേരുണ്ട്. ഇവിടെ 801 കസ്റ്റമേഴ്സിന്റെ പേരുണ്ടെങ്കിൽ ഉറപ്പാണോ? ഞാനിപ്പോ ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇവിടെ 801 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് ഉറപ്പാണോ? വരേണ്ടതാണ്, പക്ഷെ വരില്ല. എന്തുകൊണ്ടാന്ന് അറിയോ? അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വീണ്ടും ഒരു കാർഡ് വിഷ്വൽ സെലക്ട് ചെയ്തു. അതിലോട്ട് ഞാൻ കസ്റ്റമറുടെ പേര് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അതിന്റെ അഗ്രിഗേഷൻ ഞാൻ നേരെ ഡിസ്റ്റിങ്ക്ട് കൗണ്ടിലോട്ട് മാറ്റി. എത്ര കസ്റ്റമർ ഇല്ലോ എന്ന് പറയുന്നത്? 509 കസ്റ്റമേഴ്സേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 509 കസ്റ്റമേഴ്സ് ആയി മാറിയത്? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞോ? ഏത്? ഉം. അവിടെ എന്താണ് 801 റോസ് ഉണ്ടെങ്കിൽ 801 കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തുകൊണ്ട് 550? അതിന്റെ റീസൺ എന്താ? സെയിം കസ്റ്റമറുടെ പേര് റിപ്പീറ്റ് ആവുമല്ലേ? അതെല്ലാം സെയിം ആള് തന്നെ ആവണമെന്നുണ്ടോ? ഇപ്പൊ എന്റെ പേര് തന്നെ ഇവിടെ ബാക്കി സ്റ്റുഡൻസ് ഉണ്ടാവും, ഞാനും ആളും സെയിം ആണോ? അല്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചേ. നിങ്ങൾ ചെയ്ത പ്രോസസ് കറക്റ്റ് ആയിരിക്കുമോ? എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഐഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഐഡി ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ചെയ്ത് ഇങ്ങനെയായിരിക്കും. ഇതിലോട്ട് എന്ത് ചെയ്യുന്നു,
രണ്ടിന് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് താളി എടുക്കുന്നു. ഓക്കെ. പക്ഷെ ഇവിടെ ഈ ജസേ ഹിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഒരാളാവണമെന്നില്ല, ഒരു മൾട്ടിപ്പിൾ ഓഫ് ജസേ ഹിൽസിന്റെ ടോട്ടൽ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. മനസ്സിലായോ? ചിലപ്പോൾ ഒരാളാകാം, ഇല്ലെങ്കിൽ അതേ പേരിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാകാം. അത് പറയാൻ പറ്റില്ല, അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഈ വിഷ്വൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ കസ്റ്റമർ ഐ ഡി കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും ഫസ്റ്റ് കസ്റ്റമർ ഐ ഡി കൂടെ വെച്ചാൽ മനസ്സിലാവും. ഇപ്പൊ കണ്ടോ, ആള് മാറി. ജസേഹിലിന്റെ വാല്യൂം പോയി, കണ്ടോ? നേരത്തെ കസ്റ്റമർ ഐ ഡി ഇല്ലാത്തപ്പോൾ എത്രയായിരുന്നു ഉണ്ടായത്? 1,71,000 സംതിങ് ആയിരുന്നു. പക്ഷെ ഐ ഡി വന്നപ്പോ എന്തായി? വാല്യൂ സ്പ്ലിറ്റ് ആയി. കണ്ടോ? ഇപ്പൊ എന്താണ്, ജസേഹിലില് ഒരാളല്ല, അതേ പേരിൽ ബാക്കിയും കുറച്ച് പേരുണ്ട്. അത് സ്പ്ലിറ്റ് ആയി പോയി. കണ്ടോ? ഇപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയ ആള്? ഇതാണ് മാർക്ക് മൊറാൾസ്. ഇങ്ങനെ എന്തോ ഒരാളാണോ? ഡിഫറൻസ് ഫീൽ ആയോ? ഇപ്പോൾ ഈ ഒരു വിഷനിലകത്ത് എത്ര ആൾക്കാരുണ്ട്? 801 കസ്റ്റമേഴ്സും കറക്റ്റ് ഉണ്ട്. നേരത്തെ എത്ര ആളുണ്ടായിരുന്നുള്ളൂ? 550 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവർക്കും ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ? യെസ് സർ. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? സർ മനസ്സിലായി. അതുകൊണ്ട് ഐ ഡിയും പേരും ആയിരിക്കും ചിലപ്പോൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുമോ. പക്ഷെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം, ഐ ഡിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇത് കസ്റ്റമർ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂസ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ പേരിലാണ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പ്രൊഡക്റ്റിന്റെ പേരിൽ ചിലപ്പോൾ അത്ര ഇഷ്യൂ ഉണ്ടാവില്ല. എന്തായിരിക്കും, ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് ചിലപ്പോൾ യുണീക്ക് ആയിരിക്കും, അത് ചിലപ്പോൾ അധികം റിപ്പീറ്റേഷൻ പോകുന്നുണ്ടാവില്ല. പക്ഷെ എന്തായിരിക്കും, ഒരാളുടെ പേര് പറഞ്ഞാൽ അങ്ങനെയല്ല, അതെന്തായാലും റിപ്പീറ്റേഷൻ വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിനെന്താണ്, ഇതാണ് എപ്പോഴും അവിടെ ഐ ഡി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഐ ഡി വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഗ്രൂപ്പിംഗ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഇത് ചെയ്തില്ലെങ്കിൽ എന്താവും, മൊത്തം ഔട്ട്പുട്ട് ഇഷ്യൂസ് ആവും. നമ്മൾ അന്ന് ചെയ്തപ്പോഴും ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, ഇല്ലല്ലോ? ഇവൻ ഞാനും ആ സമയത്ത് അത്രത്തോളം ബോധറായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഓരോ കാര്യങ്ങളും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരാം. അതുകൊണ്ട് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രോപ്പർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് ഞാനും എന്തായി, കുറച്ചൊന്ന് മാറിപ്പോയി. എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുത്തു. അതൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നോട് ഇത് ചോദിച്ചു, സാർ ഇങ്ങനെയാകുമ്പോൾ ഇത് കറക്റ്റ് അല്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചു. ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് വെച്ചപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ചത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു മനസ്സിലായ ഒരു കാര്യം. ക്ലിയർ ആണ് എല്ലാവർക്കും പറഞ്ഞത്? ഓൺലൈൻ എല്ലാവർക്കും ഓക്കെ ആണോ? സർ ഓക്കെ. യെസ് സർ. അത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ഐ ഡിക്ക് ഫോക്കസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കാര്യം കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐ ഡിയും പിന്നെ കസ്റ്റമറുടെ പേരും പിന്നെ അഗ്രിഗേഷൻ ചെയ്യാം. അപ്പൊ ഔട്ട്പുട്ടിൽ എത്ര കോളംസ് ഉണ്ടാവും? 3 കോളംസ് ഉണ്ടാവും. ഐ ഡി, നെയിം, നിങ്ങൾ മൂന്നാമത് ക്രിയേറ്റ് ചെയ്യുന്ന കോളത്തിന്റെ പേര്. ആ ടേബിൾ എന്ത് ചെയ്യുക, ടോപ്പ് എൻഡ് ചെയ്യുക. എന്നിട്ട് ആരെ മാത്രം പുറത്തെടുക്കുക? കസ്റ്റമറുടെ പേരിനെ മാത്രം പുറത്തെടുക്കുക. ഐ ഡി ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? കസ്റ്റമറുടെ പേരാണ് വേണ്ടത്. ഇത് കറക്റ്റ് ഏത് കസ്റ്റമർ ആണെന്ന് അറിയണം, ആളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഡി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസിൽ ഫിൽട്ടർ ചെയ്തിട്ട് കറക്റ്റ് ആളെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലേ? ഫ്രണ്ട് എൻഡിൽ ചിലപ്പോൾ കൊടുത്ത എന്താവും, ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ ഫെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഐ ഡി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഡി വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. ലാസ്റ്റ് ക്ലാസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിലൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി എല്ലാവരും ഐ ഡി വെച്ചിട്ട്. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ വന്ന്? ഫൈൻഡ് കസ്റ്റമർ ഹൂ മേഡ് ഹയസ്റ്റ് പർച്ചേസ്. അതിപ്പോ ഞാൻ ക്ലാസ്സിൽ ചെയ്ത അതേ കാര്യം തന്നെ. അതിന്റെ കൂടെ ഐ ഡി കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓൺലൈനിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ഓൺലൈൻ രണ്ടുപേർക്കും ആൻസർ കിട്ടിയോ? സന്ദീപ് ആൻഡ് അക്ഷയ് ആൻസർ കിട്ടിയോ? ആ ഇത് ഹലോ. ആൻസറിൽ വല്ല ചേഞ്ചും ഉണ്ടോ? കറക്റ്റ് ആൻസറിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആൽവിൻ, ആര്യ, നിക്കോൾ, ഷാബാസ്. ആ ചെയ്യുന്നുണ്ട് സർ. ഞാൻ മുന്നത്തെ ഒരു പവർ ബി ഐ ഓപ്പൺ ചെയ്ത് അപ്പോൾ ക്ലോസ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ ചെയ്ത് എല്ലാവരും ഇപ്പൊ കറക്റ്റ് ആൻസർ കിട്ടിയോ? ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുമ്പോൾ. അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന അടുത്തൊരു സിറ്റുവേഷൻ കാണിച്ചുതരാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിഷ്വൽ ലെവൽ ഫിൽറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അവിടെയും ടോപ്പ് ആൻഡ് ബോട്ടം എന്നുള്ള കൺസെപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവിടെ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ആയിരിക്കും. എന്ത് ചെയ്തു, ഇവിടെ ഒരു ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഈ ബാർ ചാർട്ടിൽ ക്ലയന്റ് വേണ്ടത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 10 കസ്റ്റമേഴ്സിന്റെ ഡാറ്റ മാത്രമേ ഇവിടെ ഉണ്ടായാൽ മതി. അപ്പോൾ വൈ ആക്സിലോട്ട് ആരെ ആഡ് ചെയ്യും? കസ്റ്റമറുടെ പേരും എക്സ് ആക്സിലോട്ട് എന്ത് ആഡ് ചെയ്യും? പ്രോഫിറ്റും ആഡ് ചെയ്യും. ഇത് വിഷ്വൽ ലെവൽ ഫിൽട്ടർ ആക്കും. ഫിൽട്ടർ പേൻ ഓൺ ചെയ്യും. കസ്റ്റമർ നെയിമിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ടോപ്പ് ആൻഡ് ചൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഇഷ്യൂ ആയി? ഇവിടെ ഇപ്പൊ എല്ലാ കസ്റ്റമറും ഉണ്ട്, പക്ഷെ എന്തായി, അവിടെ ഗ്രൂപ്പ് ആയി സംഭവിച്ചു. അപ്പൊ ഇവിടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ നേരെ പോയിട്ട് ആരാ ഫിൽട്ടർ ചെയ്തത്? കസ്റ്റമറുടെ പേരിനെ ഫിൽട്ടർ ചെയ്യരുത്. അതിന് പകരം ഇതിന്റെ അകത്തോട്ട് എന്ത് ചെയ്യാം, ഇവിടെ കാണാം ആഡ് ഡാറ്റ ഫീൽഡ് ഹിയർ. ഇതിലോട്ട് ആരെ ആഡ് ചെയ്യാം? കസ്റ്റമർ ഐ ഡി ഇടുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ടോപ്പ് 10 ആക്കി മാറ്റുക. ടോപ്പ് 10 എന്തിനെ ബേസ് ചെയ്തിട്ട്? പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട്. ഇത് ഫിൽട്ടർ ചെയ്യുമ്പോൾ ആൻസർ വ്യത്യാസം വരും. കണ്ടോ? ഞാൻ ഇതില്ലാതെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ പേര് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ആൻഡ്രൂ, ജെഫ്രി. ഇതില്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് കസ്റ്റമർ നെയിമിൽ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ടോപ്പ് 10 പ്രോഫിറ്റ്. കണ്ടോ? ആൻസറിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും അനാലിസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നെയിം മാത്രം എടുക്കുമ്പോൾ ഇവിടെ അറൌണ്ട് 509 നെയിംസേ ഉള്ളൂ. അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എത്ര ആൾക്കാർ തന്നെ കറക്റ്റ് ഫിൽട്ടർ ചെയ്യണം? 801 ആൾക്കാര് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് തന്നെ ഫിൽട്ടർ ചെയ്യണം. അത് ചെയ്യാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? ഐ ഡി വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് ഇവിടുന്ന് റിമൂവ് ഇത് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നെയിമിലോട്ട് കൊടുക്കരുത്. അതിന് പകരമാണ് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്ട്രാ ഫീൽഡ് ആഡ് ചെയ്യാൻ പറ്റും. അവിടെ എന്ത് ചെയ്യാം, കസ്റ്റമർ ഐ ഡി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ കസ്റ്റമർ ഐ ഡി എന്ത് ചെയ്യാം, ടോപ്പൻ ചെയ്യാം. അത് ഔട്ട്പുട്ടിൽ ആരും കാണാനൊന്നും പോകുന്നുണ്ടാവില്ല, പക്ഷെ അതങ്ങനെയാണ് ചെയ്യേണ്ടത് ആക്ച്വലി. എന്ത് ചെയ്യാം, അതിലോട്ട് പ്രോഫിറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അപ്ലൈ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ?
ഇത് ലോസ് ഏഞ്ചലസ് കൗണ്ടിയിലെ ടോപ്പ് 10 വേണം. എന്ത് ചെയ്താൽ മതി? ഇനി ഇതിലോട്ട് ആരെ ആഡ് ചെയ്യാം? വിഷ്വലിനകത്തോട്ട് ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചൂസ് ചെയ്യുക? ലോസ് ഏഞ്ചലസ്. അപ്പൊ ഇവിടെ വരുന്ന ഇപ്പൊ എന്തായിരിക്കും? ലോസ് ഏഞ്ചലസ് കൗണ്ടിയിലെ ടോപ്പ് 10. വിഷ്വൽ വേണം എന്ത് ഈ രീതിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ വിഷ്വലിൽ കാണാൻ പോകുന്ന എന്തായിരിക്കും? കസ്റ്റമറുടെ പേരും പ്രോഫിറ്റും മാത്രമായിരിക്കും. പക്ഷെ അതിന് ഈ രണ്ട് രീതിയിൽ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ക്ലിയർ ആണ് ഈ ചെയ്ത കാര്യങ്ങൾ? Yes, sir. എന്നോട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി എല്ലാവരും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലേ വർക്കൗട്ട് ആവും കേട്ടോ. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ ആവും. അതൊക്കെ ഈ ഒരു ഫീൽഡ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പൊ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്റ്റക്കായി പോയിട്ടുണ്ടാവില്ലേ? ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇത് എന്ത് ചെയ്യണം ദൈവമേ എന്ന് വെച്ചിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് മാത്രമാണ് കേട്ടോ ജീവിതത്തിൽ. എത്രയോ തവണ അങ്ങനെ ഇരിക്കാൻ പോകുന്നതായിട്ട്. അതിലൊക്കെയാണ് നിങ്ങൾ റിയൽ ഹാപ്പിനെസ് കാണാൻ പോകുന്നത്. ഒന്നും കിട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം അത് കിട്ടി, സ്റ്റാർട്ടിങ് കിട്ടിയാലായിരിക്കുമ്പോൾ ഒരു സന്തോഷം വരാനുണ്ടാവും മനസ്സിൽ. ഇന്നലെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. അവനൊരു മീറ്റിംഗ് കഴിഞ്ഞോടെ എന്നെ വിളിച്ചിട്ട് അവൻ ആകെ നോർമൽ സംസാരിച്ച് എന്താണ് പ്രശ്നം? ഒന്നുമില്ല. അവൻ എന്താ പ്രശ്നം? പുതിയ റിക്വയർമെന്റ് വന്നു, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം കമ്പനി ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. എല്ലാവരും അത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. ഏകദേശം ഒരു മണിക്കൂറായിട്ട് അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവന്റെ സംസാരം ഭയങ്കര മാറി. ഭയങ്കര സന്തോഷം. ഏകദേശം എന്താ പറ്റി? ഇപ്പൊ എന്തായി? അതിന്റെ ഒരു ലേഔട്ട് കിട്ടി, അങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എല്ലാവർക്കും കിട്ടി. അപ്പൊ എല്ലാം എന്തായി? സന്തോഷമായി. നാളത്തെ ആകുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ സന്തോഷം വീണ്ടും മാറുകയും ചെയ്യും. അങ്ങനെയായിരിക്കും ജീവിതം പോകുന്നുണ്ടാവും. കുറെ പേർക്ക് അത് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓരോന്ന് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ഇരുന്ന് എഴുതി ഉണ്ടാക്കുമ്പോൾ ഫീൽ ചെയ്യും, കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തോളെ. ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തു.
ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? 2 പേര് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി ഒരുപാട് പേര് പെൻഡിങ് കാണിക്കും. ചെയ്യുന്നുണ്ട് സാർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും സ്റ്റെപ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഞങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരുന്നു ചെയ്തു പോയത്. ആർക്കെങ്കിലും സ്റ്റെപ്സ് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. സാറേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരും. എവിടെയാണ് വേണ്ടത്? അല്ല, ഈ വാല്യൂസ് ആഡ് ചെയ്തത് എവിടെയാണത്? ഇൻസ്റ്റാ വാല്യൂ ആഡ് ചെയ്ത് ആ ഒരു ഫിൽട്ടർ പെയിൻ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ കാണാൻ പറ്റും ഫിൽട്ടർ ഓൺ ദിസ് വിഷ്വൽ. ഓൾറെഡി വിഷ്വലിനകത്ത് കസ്റ്റമർ നെയിമും ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. അതിന്റെ താഴെ കൊണ്ട് എന്ത് കാണാം? ആഡ് ഡാറ്റ ഫീൽഡ് ഹിയർ. നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ട് ഇനി ഫിൽട്ടർ ചെയ്യേണ്ടത്? കസ്റ്റമറുടെ ഐഡിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഐ ഡി എന്ത് ചെയ്യാം? ജസ്റ്റ് അതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ അതിന്റെ ഫിൽട്ടർ ടൈപ്പ് ടോപ്പ് 10 ആക്കും. ടോപ്പ് 10 എന്തിനെ ബേസ് ചെയ്തിട്ട്? പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് നേരെ എന്ത് ചെയ്യാം? അതിലോട്ട് പ്രോഫിറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ആണ് സാർ. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെയാണ് ഡാറ്റാ സയൻസ് പഠിക്കാൻ തുടങ്ങിയ ശേഷം ജീവിതം എങ്ങനെയുണ്ട്? അതിൽ എത്ര മാസമായി? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7ാമത്തെ മാസത്തിലോട്ട് പോകാൻ പോവാ. എങ്ങനെയുണ്ട് 7 മാസം കൊണ്ട്? ഫുള്ള് പുകമയാണോ? ടൈം പോയത് അറിഞ്ഞില്ല. എങ്ങനെയുണ്ട് ഡാറ്റാ സയൻസ് പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ പുറത്തുനിന്ന് കേട്ടിട്ട് വന്ന സത്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണോ? പുറത്തുനിന്ന് കുറെ കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സത്യം തന്നെയാണോ? ഉം. എന്താ സത്യം അല്ലാന്ന് തോന്നിയ എന്താ? എന്താ കേട്ടിട്ട് ഇങ്ങോട്ട് വന്നേ? പെട്ടെന്ന് പഠിച്ചെടുക്കാന്നാണോ കേട്ടത്? ഓക്കെ, പിന്നെ എന്താ കേട്ടത്? കോഡിങ്ങിന്റെ ആവശ്യമില്ലാന്ന് കേട്ടിട്ടുണ്ടാവല്ലേ? എന്താ തോന്നുന്നത്, കോഡിങ്ങിന്റെ ആവശ്യമില്ലേ? ഉം. നല്ല രീതിയിൽ ആവശ്യമുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്, അതായിരിക്കും ഡീപ് ലേണിംഗ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ കേട്ടെ? അട്രാക്റ്റീവ് സാലറി എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? ഉം. അതുകൊണ്ട് മാത്രം കോഴ്സ് എടുത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഉം. ഉം. ജോലി പെട്ടെന്ന് കിട്ടണം, ഹൈ പേയിങ് സാലറി. പെട്ടെന്ന് കിട്ടോ ജോലി? പെട്ടെന്ന് കിട്ടുമോ? വിചാരിച്ചാൽ കിട്ടും. യെസ്, വിചാരിച്ചാൽ മതി കേട്ടോ. കാര്യമായിട്ട് പറയാം, തമാശയല്ല. ഒന്ന് ഇരുന്ന് എഫേർട്ട് എടുത്താൽ ജോലി കിട്ടും. കോഴ്സ് കഴിഞ്ഞതിനുള്ള എത്ര പേർക്ക് ജോലി കിട്ടുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കോഴ്സ് കഴിഞ്ഞതിന്റെ അകത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതിന്റെ കോഴ്സ് കഴിയാറായില്ലേ? കോഴ്സും കഴിയാറായി, വർഷവും കഴിയാറായി. 2 മാസം കൂടെ കഴിഞ്ഞ എന്തായി? 2025 കഴിഞ്ഞ കേട്ടോ. അല്ലെ? ഈ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒക്ടോബർ കഴിയും, 11ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒന്ന് കണ്ണുകൂട്ടി തുറക്കുമ്പോഴേക്കും എന്താവും? ജാനുവരി 1 ആവും. ഇപ്പൊ ഈ വർഷത്തിന്റെ അകത്ത് എത്ര പേർക്ക് ജോലി കിട്ടും? ഏത് ജനുവരിയാണോ നോക്കുന്നത്? പുതിയ വർഷം പുതിയ സ്റ്റാർട്ടാണോ? പിന്നെയോ? ഈ കൊല്ലം കൂടി ഇങ്ങനെ പോയിട്ട് അടുത്ത കൊല്ലം നേടാന്നാണോ? ഏതാ? ആ, ഓക്കെ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ജോലി കയറണമെന്നാണോ ഉദ്ദേശിച്ചത്?
ഉം. ജോലിക്ക് കയറിയാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതറിയില്ല. ജോലിക്ക് കയറി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എൻജോയ്മെന്റ് അല്ല. അതാ അവർ ആ സമയത്ത് പറയും, പഠിക്കുന്നവരോട് ചോദിച്ചാൽ അവരെന്താ പറയാ? ജോലി എടുക്കണമെന്ന് അവർ പറയും. ഉം. ജോലി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം. ഉം. ജോലിയായിട്ട് പഠിക്കാതിരുന്ന മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കേണ്ടി വരും കേട്ടോ അവിടെ. ഉം. ഞാനൊക്കെ ഇവിടെ ഓരോ ദിവസവും കുത്തിയിരുന്നിട്ട് പഠിച്ചിട്ടാ വരുന്നത്. എന്താണ്, എനിക്ക് ആ പഠിക്കുന്ന പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, ഓരോ ദിവസവും ഇവർ ഓരോ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ ഇത് പഠിക്കാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ജോലി കിട്ടിയാൽ പഠിക്കുന്ന പ്രോസസ് ഒരിക്കലും നമുക്ക് നിർത്താനൊന്നും പറ്റില്ല. അത് അവിടുന്ന് പഠിച്ചാലേ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുമ്പോട്ടില്ലോ. അല്ലെങ്കിൽ അതെന്താവും, ഇടയിൽ വെച്ചിട്ടൊരു ബ്രേക്ക് ആവാനുണ്ടാവും. ഉം. പക്ഷെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും. ഉം. എന്തുകൊണ്ടാ? ആ സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന ഒരു ഓപ്ഷൻ കിട്ടി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതും കിട്ടാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കും. അല്ലേ? അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ടൂർ പോകണോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ചെയ്യാം. അല്ലേ? ആരോടും പൈസ ഒക്കെ ചോദിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഇല്ല. കമ്പനിയിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ എന്ത് ചെയ്യാം? അവരോട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രിപ്പ് പോവാം. അപ്പൊ അതല്ലേ പെട്ടെന്ന് കിട്ടേണ്ടത്. ഉം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യട്ടോ. അത് വേറൊരു ഫീലാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അവിടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാദ്യമേ ഞാൻ പറയാം. വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ എന്തായാലും ഏത് ജോലിക്കാരും ഉണ്ടാവും. അതൊക്കെ ബാക്കിയുള്ളവർ പറയും ജോലി എടുക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കേട്ടിട്ട് മുമ്പോട്ട് പോരുത് കേട്ടോ. ജോലി എടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തമായിട്ടൊന്നും കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? അങ്ങനെ ഇറക്കുന്നുണ്ടോ? ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടോ? ഓക്കെ. HR ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് കരുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ലേ? ആഫ്റ്റർ 5 years എന്തായിരിക്കും നിങ്ങളുടെ പ്ലാൻ? എന്താണ് എല്ലാവരുടെയും പ്ലാൻ? ആഫ്റ്റർ 5 years. ആർക്കെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ആർക്കും ഇല്ലേ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, പറയരുത് കേട്ടോ. പ്രത്യേകിച്ച് HR റൗണ്ടിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ പോയിട്ട് ഒരു കാരണവശാലും നീ ഒരു ആൻസർ പറയരുത്. നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിരിക്കും. പക്ഷെ അവർക്ക് നേരെ അത് നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും. നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങളുടെ കമ്പനിയിൽ ഒരാളെ ഹയർ ചെയ്യുന്നു. നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അംബിഷൻ, നിങ്ങൾ എന്ത് പറയും? 5 വർഷം കഴിയുമ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അത് ഒബ്വിയസ്ലി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ആരായിരിക്കും അവൻ ചെയ്യുന്നത്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവോ? നിങ്ങളത് സമ്മതിക്കുമോ? ഒരിക്കലും ഒരാൾ അതിന് സമ്മതിക്കില്ല കേട്ടോ. മനസ്സിലുണ്ടാവും വേറെ നല്ല രീതിയിലുള്ള ആൻസേഴ്സും അതിന് പറയാം കേട്ടോ. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾ എന്താവും, അതിന് റിജക്റ്റ് ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഇത് ചാടിക്കറിയിട്ട് അതുപോലെ ആഗ്രഹം എന്ത് ചെയ്ത് ഇന്റർവ്യൂ ബോർഡിൽ പോയിട്ട് പറയരുത്. ഇന്റർവ്യൂ ബോർഡ് എന്നല്ല, ഒരാളോടും പോയിട്ട് പറയരുത് കേട്ടോ. അത്രത്തോളം നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ. ഈ ചെയ്ത കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു സ്റ്റോപ്പ് ചെയ്ത് എവിടെയായിരുന്നു? റിബൺ ചാർട്ട്. റിബൺ ചാർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓരോ ഡാറ്റ പോയിന്റിലെയും റാങ്കിങ് ഓർഡർ കറക്റ്റ് മനസ്സിലാക്കി എടുക്കണം. നമ്മൾ ആര് യൂസ് ചെയ്യാം? റിബൺ ചാർട്ടിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. റിബൺ ചാർട്ട്. ഓക്കെ. നമ്മൾ അടുത്ത പഠിക്കുന്ന ഒരു വിഷയത്തിന്റെ പേരാണ് ലൈൻ ചാർട്ട്. എന്തായിരിക്കും ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തിനായിരിക്കും യൂസ് ചെയ്യാം? ഇതാണ് ഗ്രോത്ത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അതായത് ഓവർ എ ടൈം പീരീഡ് വരുന്ന ട്രെൻഡ് അനലൈസ് ചെയ്യാന്നാണ് അതിനെ കോൾ ചെയ്യുക. കോമൺ ആയിട്ട് പറയുമ്പോൾ ട്രെൻഡ് അനലൈസ് ചെയ്യുക. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് കൂടുതൽ എങ്ങനെയും ഒരു ടൈം പീരീഡിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഒരു വർഷം അടുത്ത വർഷം, അല്ലെങ്കിൽ ഒരു ദിവസം അടുത്ത ദിവസം, അല്ലെങ്കിൽ ഒരു മാസം അടുത്ത മാസം. അപ്പോൾ ഓവർ എ ടൈം പീരീഡ് വരുന്ന ട്രെൻഡ് അനലൈസ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ആര് യൂസ് ചെയ്യാം? ലൈൻ ചാർട്ട് യൂസ് ചെയ്യുക. അപ്പൊ ലൈൻ ചാർട്ടിൽ ആഡ് ചെയ്യേണ്ട എത്ര ആൾക്കാരായിരിക്കും? 2 ആക്സിസ് ആയിരിക്കും. അതൊക്കെ ആയിരിക്കും എക്സും വൈയും. അതിൽ എക്സിലോട്ട് ആരായിരിക്കും ആഡ് ചെയ്യാം? എക്സിൽ കാറ്റഗറി വാല്യൂസും വൈയിലായിരിക്കും ന്യൂമറിക്കൽ ആഡ് ചെയ്യാം.
ആ കാറ്റഗറിക്കൽ വാല്യൂസ് കൂടുതലും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? ഡേറ്റ് ടൈം റിലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും കൂടുതൽ ഇവിടെ ആഡ് ചെയ്യുക. എക്സ് ആക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ബിൽഡ് പെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം? ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ലൈൻ ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിയിലെ മന്ത് ആഡ് ചെയ്തു. വൈ ആക്സിലോട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തു. അപ്പൊ ഓരോ മന്ത് കഴിയുമ്പോഴും പ്രോഫിറ്റിൽ എങ്ങനെയാണ് വേരിയേഷൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഒരു ട്രെൻഡ് നമുക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഇവിടുത്തെ ഓരോ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇയറിന്റെയും കമ്പൈൻഡ് ആണ്. ഓരോ ഇയർ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജാനുവരിയിലും ഫെബ്രുവരിയിലും നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ മാർച്ച് തൊട്ട് പോകുമ്പോൾ എന്തായി? പ്രോഫിറ്റ് കുറഞ്ഞു. ആ കുറയാനുള്ള റീസൺ എന്തായിരിക്കും? 2019 തൊട്ട് പിന്നെ ആരില്ല, മാർച്ചിന് ശേഷം മന്ത് ഇല്ല. ഒബ്വിയസ്ലി എന്താവും? അവിടെ വാല്യൂ കുറയും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോ ഇയറിന്റെ സ്പെസിഫൈഡ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഞാനൊരു സ്ലൈസർ ബിൽഡ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ലൊക്കേഷൻ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിലെ ഇയറും അതിനുശേഷം അതിന്റെ സ്റ്റൈൽ ഞാൻ നേരത്തെ ടൈലിലോട്ട് മാറ്റി പോവാണ്. ഇനി 2017 സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രെൻഡ് കാണാൻ പറ്റും. കണ്ടോ? ഏത് മന്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? ജൂൺ മന്തിൽ ഹൈ പ്രോഫിറ്റുമായി തൊട്ടടുത്ത മാസം എന്ത് സംഭവിച്ചു? പിന്നെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചുണ്ടോ? ഒരൊറ്റയടിക്ക് ഏറ്റവും താഴെത്തുകയും ചെയ്തു. അതുപോലെ ഇവിടെ കാണാം, സെപ്റ്റംബർ മാസം വീണ്ടും ഒന്ന് ഇൻക്രീസ് ചെയ്ത് വന്നായിരുന്നു. തൊട്ടടുത്ത മാസം എന്തായി? അത് ഏറ്റവും താഴത്തോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജൂലൈ ആൻഡ് ഒക്ടോബർ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന മന്താണല്ലോ. ഈ 2 മന്തിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഡൗൺ ആവുന്നുണ്ട്. ബാക്കിയുള്ളടത്തും കൂടി കൂടി പോയിട്ട് പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും സ്റ്റീപ്പായിട്ട് അത് താഴത്തോട്ട് വരുന്നുണ്ടോ. അപ്പൊ ആ ഒരു ട്രെൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലൈൻ ചാർട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർ എ ടൈം പീരീഡ് വരുന്ന ട്രെൻഡ് അനാലിസിനാണ് ഇപ്പോൾ ആര് യൂസ് ചെയ്യുക? ലൈൻ ചാർട്ട് യൂസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയേ ലൈൻ ചാർട്ട്. ആ ഒരു ഡാറ്റ ജസ്റ്റ് നമുക്ക് റോ ഡാറ്റ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം ജസ്റ്റ് ഒരു വിഷ്വലൈസേഷന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? കാരണം വിഷ്വലൈസേഷന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് ഒരാൾ ചോദിക്കും, ഓ ഇത് ഇത്ര വലിയ സംഭവമാണോ? പക്ഷെ ഒരു ബിസിനസ്സിന് ഇതെന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ലൈൻ ചാർട്ടിന്റെ ബേസിക് പർപ്പസ് എന്താണ്? ഓവർ എ ടൈം പീരീഡ് വരുന്ന ട്രെൻഡ് അനലൈസ് ചെയ്യുക. ഇപ്പൊ എല്ലാവരും ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്തോ? ഓക്കെ. ഇനി ലൈൻ ചാർട്ടിൽ ഒരുപാട് രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ലൈൻ ചാർട്ട് വന്നു. പക്ഷെ അതിൽ ഓരോ ഡാറ്റാ പോയിന്റ് കറക്റ്റ് എവിടെയാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലൈൻസ് ഇങ്ങനെ പോകുന്നല്ലാതെ ഡാറ്റാ പോയിന്റ് അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്യുന്നില്ല. എനിക്ക് കറക്റ്റ് ഡാറ്റാ പോയിന്റ് എന്ത് ചെയ്യണം? ഒരു മാർക്ക് വെച്ചിട്ട് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യാം. നേരെ ഫോർമാറ്റ് യുവർ വിഷ്വൽ. ഇവിടെ നിന്ന് താഴത്തോട്ട് ഒരുപാട് എന്ത് കാണാൻ പറ്റും? മാർക്കേഴ്സ്. അതായത് ഓരോ ഡാറ്റാ പോയിന്റും എനിക്ക് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് വെക്കണം. ആ മാർക്കേഴ്സ് അവിടെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം താഴെ എന്ത് കാണാൻ പറ്റും? ഷോ ഫോർ ഓൾ കാറ്റഗറീസ്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡാറ്റാ പോയിന്റിലും മാർക്കേഴ്സ് വന്നിട്ട് കാണാൻ പറ്റും. അതിനുശേഷം അവിടെ എന്ത് ചെയ്യാം? താഴെ അതിന്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ഫിൽഡ് സർക്കിൾ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ഷേപ്പിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കി എല്ലാവരും. ഡയമണ്ട് ഷേപ്പ് ആണ് എന്ത് ചെയ്യാം? ഡയമണ്ട് ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം താഴെ അതിന്റെ സൈസ് കൂട്ടാൻ പറ്റും. സൈസ് കൂട്ടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ. ശേഷം അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ താഴെ വന്നു കഴിഞ്ഞാൽ
അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലൂ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ബ്ലാക്ക് സെലക്ട് ചെയ്തുള്ളൂ. ഇതൊക്കെ ഫിൽഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. ഇത് അൺഫിൽഡ് ആക്കണം എന്ത് ചെയ്യാം, ട്രാൻസ്പെറൻസി 100% ആക്കുക. ഇതെന്താ ഓൺ ചെയ്യാം, ബോർഡർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താണ് ഡയമണ്ട് അൺഫിൽഡ് ഷേപ്പിലോട്ട് മാറും കേട്ടോ. ഇതുപോലെ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാനാണ് ട്രാൻസ്പെറൻസി പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും കളറിൽ ട്രാൻസ്പെറൻസി അവൈലബിൾ അല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അവർക്ക്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന കസ്റ്റമൈസേഷൻ ലൈൻ്റെ ആണ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഫോർമാറ്റ് എന്ത് കാണാൻ പറ്റും, ലൈൻസ്. ലൈൻസിലോട്ട് വന്നാൽ ഫസ്റ്റ് ചോദിക്കുന്നത് ലൈൻ്റെ സ്റ്റൈൽ. ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരുന്ന സ്റ്റൈൽ ഏതാ, സോളിഡ് ആയിരിക്കും ഉണ്ടാവുക. സോളിഡ് മീൻസ് നോർമൽ ലൈൻ. നമ്മൾ എന്ത് ചെയ്യാം, ഡാഷ്ഡ് ആക്കാം, ഡോട്ടഡ് ആക്കാം, അല്ലെങ്കിൽ കസ്റ്റം അരേ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ലൈൻ ആക്കി മാറ്റാൻ പറ്റും. തൽക്കാലം സോളിഡിനെ സെലക്ട് ചെയ്തു. അതിന് താഴെ അതിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം. അതിന് താഴെ അടുത്തൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇന്റർപോളേഷൻ ടൈപ്പ്. അത് ഡിഫോൾട്ട് ആയിട്ട് എന്താ വന്നിരിക്കുന്നത്, ലീനിയർ എന്നായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ. മീൻസ് അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് പോകേണ്ടത്. ലീനിയർ എന്തായിരിക്കും, ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടായിരിക്കും എപ്പോഴും കണക്ഷൻ പോകുന്നുണ്ടാവുക. അതല്ലാതെ പോകണം എന്ത് ചെയ്യാം, സ്മൂത്ത് സെലക്ട് ചെയ്യാം. സ്മൂത്ത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാണാം, അത് നേരെ റൗണ്ട് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. വർക്ക് ആവുന്നുണ്ടോ? ഇനി നിങ്ങൾക്കത് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള കൺസെപ്റ്റിലോട്ട് മാറ്റാൻ എന്ത് ചൂസ് ചെയ്യാം, സ്റ്റെപ്പ് ചൂസ് ചെയ്യാൻ കണ്ടോ. ജാനുവരിയിൽ നിന്ന് ഫെബ്രുവരി വരുമ്പോൾ എന്തായി, സ്റ്റെപ്പ് ഡൗൺ. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലോട്ട് പോകുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ. പക്ഷെ മാർച്ചിൽ നിന്ന് ഏപ്രിലോട്ട് പോകുമ്പോൾ എന്തായി, സ്റ്റെപ്പ് അപ്പ്. അപ്പൊ അതുപോലെ കൺസെപ്റ്റിന് എന്ത് ചെയ്യാം, ലൈൻ ചാർട്ട് യൂസ് ചെയ്യാം കണ്ടോ. സാർ ആ ജോയിൻ ടൈപ്പ് എന്താ? ജോയിൻ ടൈപ്പ് അതെങ്ങനെ പോകണം എന്നുള്ളതാണ്. ജസ്റ്റ് ലീനിയർ, അത് എന്താണ് ബെവൽ, അതായത് ഇപ്പൊ എന്താ പറയാ, എങ്ങനെയാ പറഞ്ഞുതരോ അറിയില്ല. അത് ആ ഒരു കണക്ട് ചെയ്ത് പോകാൻ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ആ ഒരു ഇതിന്റെ ഷേപ്പിൽ വന്ന് നോക്കി എനിക്ക് മനസ്സിലാവും. ഈ ബെവലിനുള്ളതൊക്കെ എങ്ങനെയാ പറഞ്ഞു തരുമോന്ന് അറിയില്ല കേട്ടോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതല്ല, വ്യൂവിൽ ചേഞ്ച് വരുമോന്ന് വെച്ചു ഉദ്ദേശിച്ചത്. ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ കാണിച്ചത്, ഞാൻ റൗണ്ട് സെലക്ട് ചെയ്തു, ഇവിടെ ഞാൻ സ്മൂത്ത് സെലക്ട് ചെയ്തു. താഴെ സ്മൂത്ത് ടൈപ്പിൽ മോണോട്ടോൺ കാർഡിനൽ കണ്ടോ. ഈ മോണോട്ടോണും കാർഡിനൽ തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം, പെട്ടെന്ന് എനിക്ക് വലിയ ഫീലിംഗ് ഒന്നും വരില്ല. ചെറിയൊരു ചേഞ്ച് കാണാൻ പറ്റും. മോണോട്ടോൺ എന്തായിരിക്കും, ആ ഒരു കർവ് വളരെ സ്മൂത്ത് ആയിരിക്കും, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലായിരിക്കും റേഡിയസ് പോകുന്നുണ്ടാവും. കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ഷാർപ്പ് ടേൺ വരുന്നിടത്തുണ്ടോ, ഷാർപ്പ് റേഡിയസ് പോയി. ഇവിടെ നല്ല രീതിയിൽ സ്മൂത്ത് റേഡിയസ് വന്നുണ്ടോ. കറക്റ്റ് ആ ഒരു ഫ്ലോ നമുക്ക് അവിടെ ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ വ്യത്യാസം. പക്ഷേ ടെൻഷൻ നമുക്ക് താഴെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. ടെൻഷൻ 100% ആക്കുമ്പോൾ എന്തായി, അത് ലീനിയർ തന്നെയായി. 0% ആക്കുമ്പോൾ എന്തായി, അത് നോർമൽ രീതിയിൽ തന്നെയായി കണ്ടോ. അത് എങ്ങനെയാണ് ആ പോയിന്റ് തമ്മിൽ ആ ഒരു റേഡിയസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു മൈന്യൂട്ട് ഡിഫറൻസ് നമുക്ക് അത് തമ്മിൽ ഫീൽ ചെയ്യും. മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ, ടെൻഷനൊന്നുമില്ല. ടെൻഷൻ മീൻസ് നിങ്ങൾ അനുഭവിക്കുന്ന ആ ടെൻഷൻ അല്ല കേട്ടോ. ആ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടെൻഷനാണ്. ഇത് ഈ ബിടെക് ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ബിടെക് പഠിച്ചവരാണെങ്കിൽ ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവണം കേട്ടോ. പറയാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ, അവർക്ക് അവിടെ ഓരോ ലൈൻസും കറക്റ്റ് ഡിഫറെന്റ് ഏജ് പഠിക്കാനുണ്ട്. സെന്റർ ലൈൻ എങ്ങനെ വരക്കണം, അല്ലാത്ത ലൈൻ എങ്ങനെ വരക്കണം, ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്ന ലൈൻ എങ്ങനെ വരക്കണം, അങ്ങനെ ഓരോ ലൈനും ഡിഫറെന്റ് കൺസെപ്റ്റിൽ പഠിക്കാനുണ്ട്.
അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് സ്റ്റെപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും കാണാം സ്റ്റെപ്പ് പൊസിഷൻ എന്താ വന്നിരിക്കുന്നത്, സെന്റർ. നിങ്ങൾക്ക് കറക്റ്റ് മാർച്ച് നോക്കിയത് ഇവിടെ കാണാൻ പറ്റും, സെൻട്രലായിട്ട് കാണാൻ പറ്റും. അതായത് കറക്റ്റ് രണ്ട് സൈഡിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് വെച്ച് കാണാം. അത് മാറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിഫോർ കൊടുക്കാം. ഉണ്ടോ ആ മാർച്ചിലെ പോയിന്റ് എന്ന് മുകളിലോട്ട് പോയുണ്ടോ, ജാനുവരി നേരെ താഴത്തോട്ട് വന്നു, പിന്നെ ഫെബ്രുവരി നേരെ താഴത്തോട്ട് പോയി. ഇനി അവിടെ എന്ത് ചെയ്യാം, ആഫ്റ്റർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, മാർച്ചിന് ശേഷം അത് തിരിച്ചു പോകുന്നുണ്ടാവും. സെന്റർ എന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിൽ ഉണ്ടോ, പോയിന്റ് അവിടെ മാറുന്ന കാണാൻ പറ്റും. ആഫ്റ്റർ ആക്കുമ്പോൾ അത് ഇങ്ങോട്ട് പോയുണ്ടോ. നിങ്ങൾ ആ മാർക്കർ നോക്കിയാൽ മതി, മാർക്കർ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ബിഫോർ എന്ന് പറയുമ്പോൾ മൊത്തം എന്താവും, ഒന്ന് പുറകിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ചെയ്ത് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റൂ. ഇത് എത്രത്തോളം പറഞ്ഞ ഒരാൾക്ക് എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓരോ സിറ്റുവേഷനിലും ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ഓരോ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാം. ഇനി ലൈൻ ചാർട്ടിൽ ലൈനേ ആവശ്യമില്ല, താഴെ കളറിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി അറിയോ, ട്രാൻസ്പെറൻസി ഫുൾ ഇട്ടാൽ മതി. പെട്ടെന്ന് കാണുമ്പോൾ ലൈൻ ചാർട്ട് അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ എന്താണ്, ലൈൻ ചാർട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് രീതിയിൽ കസ്റ്റമൈസേഷൻ പറ്റുന്നതാണ് ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ വിഷനും ഒരുപാട് രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ലൈൻ ചാർട്ടിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ലൈൻ ചാർട്ട് ഓൺലൈൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ലൈൻ ചാർട്ട് എന്താന്നുള്ളത് യെസ് സർ. ഓക്കെ. പഴയ രൂപത്തിലോട്ട് തന്നെ മാറ്റാം കേട്ടോ. നിങ്ങൾ ഈ ലൈൻ ചാർട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ആവും. ജൂണിൽ നിന്ന് ജൂലൈയിലോട്ട് എത്തുമ്പോഴേക്കും എന്തുകൊണ്ട് പ്രോഫിറ്റ് ഇത്രയും നല്ല രീതിയിൽ റെഡ്യൂസ് ആയി? നിങ്ങൾ എങ്ങനെ അതിൽ എക്സ്പ്ലനേഷൻ പാസ് ചെയ്യും? അതുകൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലേ? എന്തൊക്കെയായിരിക്കും റീസൺസ്? എവിടെ സെയിൽസ് കുറവായിരിക്കും? സെയിൽസ് കുറവാന്ന് ഉറപ്പല്ലേ, പ്രോഫിറ്റ് കുറയണത് റവന്യൂ കുറയണം. ഓക്കെ, അതിന് എന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, അതായിരിക്കും ചോദിക്കുന്നുണ്ടോ. എന്തുകൊണ്ട് ഇത്രയും രീതിയിൽ പ്രോഫിറ്റ് റെഡ്യൂസ് ആയി? സെയിൽസ് പേഴ്സന്റെ ഇഷ്യൂ ആണോ, കസ്റ്റമേഴ്സിന്റെ ആണോ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഡക്റ്റിന്റെ ആണോ? എന്താണ് റീസൺ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ പറയും? അല്ല, ട്രെൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം ജൂണിൽ നിന്ന് ജൂലൈയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇവിടെ 3 കാറ്റഗറി ഉള്ളത് നമ്മുടെ കയ്യിൽ. 3 കാറ്റഗറിയുടെയും പ്രോഫിറ്റ് താഴത്തോട്ട് പോകണമെന്നുണ്ടോ? ഇല്ല. മേ ബി എന്താവും, 2 ആൾക്കാർ നന്നായി പെർഫോം ചെയ്ത് ഒരാൾ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും. കമ്പൈൻഡ് എഫക്റ്റ് നല്ല ഡൗൺ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ബാക്കി 2 ആൾക്കാർ വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു. കമ്പൈൻഡ് എഫക്ട് എന്തായിരിക്കും? ഡൗൺ ആയിരിക്കും. ഒരു ക്ലാസിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഒരു ബാച്ച് അതിലൊരു 2-3 സ്റ്റുഡൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ബാക്കി ആരൊന്നും ചെയ്യുന്നില്ല. പുറത്തെ ക്ലാസ്സിന്റെ പേരെന്തായിരിക്കും? നല്ല പേരായിരിക്കുമോ? അല്ല. അതേപോലെ കൺസെപ്റ്റ് ആണ് ഇനി വരാം. ഇവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും ഒരുപോലെ ഇവരുടെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല. എല്ലാ സെയിൽസ് പേഴ്സന്റെയും റവന്യൂ എന്താവണമെന്നില്ല, ഡൗൺ ആകണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് പേര് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേരുടെ പെർഫോമൻസ് ഡൗൺ ആയതുകൊണ്ട് കമ്പൈൻഡ് എഫക്ട് എന്താകാം, ഡൗൺ ആകാം. ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇത് എഫക്ട് ചെയ്യുന്നത് പറയാൻ പറ്റും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്തൊരു വിഷ്വൽ യൂസ് ചെയ്യാൻ പറ്റും. ആ വിഷ്വലിന്റെ പേരാണ് വാട്ടർഫോൾ ചാർട്ട് എന്ന് പറയുന്ന വിഷ്വൽ. വാട്ടർഫോൾ ചാർട്ട് ഇത് ക്രിയേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ബിൽഡ് പെയിനിൽ നമ്മുടെ റിബൺ ചാർട്ടിന്റെ തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും വാട്ടർഫോൾ ചാർട്ട്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ടൈപ്പ് വിഷ്വൽ ആയിരിക്കും വാട്ടർഫോൾ ചാർട്ട്. ഞാൻ ക്രിയേറ്റ് ആയിട്ട് കാണിച്ചു തരാം. നമുക്കിവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ ഒരു ജൂൺ മാസത്തിൽ നിന്ന് ജൂലൈ മാസത്തിലോട്ട് വരുമ്പോൾ
പ്രോഫിറ്റ് എന്തുകൊണ്ട് ഇത്രയും താഴത്തോട്ട് പോയി. അപ്പൊ ഈ ഒരു വാട്ടർഫോൾ ചാർട്ടിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണാം. കാറ്റഗറി, ബ്രേക്ക് ഡൗൺ, വൈ ആക്സിസ്. ഈ കാറ്റഗറിയിലോട്ടായിരിക്കും നമ്മൾ ആരെ ആഡ് ചെയ്യേണ്ടി വരിക? മന്ത് ആഡ് ചെയ്യേണ്ടി വരും, ആ ഒരു ഇന്റർവെൽ. വൈ ആക്സിലോട്ട് ആരായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക? എന്തിന്റെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ആരെയാണ്? പ്രോഫിറ്റ്. ഇനി ബ്രേക്ക് ഡൗണിലോട്ട് എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? ഓരോ ആരുടെയാണോ പെർഫോമൻസ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആരെയും ചെക്ക് ചെയ്യേണ്ടത്? ഓരോ കാറ്റഗറി വൈസ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ പ്രൊഡക്റ്റ് ഡാറ്റയിലെ കാറ്റഗറി എവിടെ ആഡ് ചെയ്യാം? ബ്രേക്ക് ഡൗണിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു വിഷ്വൽ അവിടെ ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് വിഷ്വലിൽ 3 കളേഴ്സ് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ബ്ലൂ, ഗ്രീൻ, റെഡ്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ആണ് ബ്ലൂവിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്ലൂവിൽ എന്തൊക്കെയുള്ളത്? ഓരോ മാസമല്ലേ, ആ ഓരോ മാസത്തെയും ഓവറോൾ പ്രോഫിറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. ജൂൺ നിന്ന് ജൂലൈയിലോട്ട് വരുമ്പോൾ എന്താണ്? നല്ല പ്രോഫിറ്റ് ഡൗൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്താണ്? അവിടെ 3 ആൾക്കാരുടെയും പെർഫോമൻസ് എന്താണ്? ഡൗൺ ആണ് പോയിരുന്നത് കാണാൻ പറ്റും. 3 എന്താണ്? റെഡ് കളർ. അതിന് നമ്മൾ മൗസ് പോയിന്റ് വെച്ചാൽ കാണാൻ പറ്റും. ഫുഡ് ഐറ്റം എത്ര പെർസെന്റേജ് താഴത്തോട്ട് പോയി? 8.47% പോയി. ഫർണിച്ചർ എത്ര പോയി? 8.97% പോയി. ടെക്സ്റ്റൈൽസ് എത്ര പോയി? 22.09% ഡൗൺ ആയി. ഇനിയൊക്കെ ജാനുവരി ടു ഫെബ്രുവരിയിലെ കണ്ടീഷൻ കാണാം. ജാനുവരി ഫെബ്രുവരി പോകുമ്പോൾ എന്തായി? പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയി. പക്ഷെ റീസൺ 3 ആൾക്കാരും മോശം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവിടെ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫർണിച്ചർ എത്ര? 47.26% ആൾ ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ബാക്കി 2 ആളും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്? അതിനെ ഡൗൺ ആക്കുന്ന രീതിയിൽ പോയി. പക്ഷെ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ബാക്കി 2 ആൾക്കാരുടെ എഫക്ട് അതിനെ ഇത്ര വലിയ ബാധിച്ചില്ല. ചെറിയൊരു ഡൗണേ വന്നിട്ടുണ്ട്. ഇനി ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലോട്ട് പോകുമ്പോൾ കാണാം വീണ്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഡൗൺ ആണ്. പക്ഷെ 2 ആൾക്കാർ ഒന്ന് നന്നാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റാൾ എന്താക്കി? നല്ല രീതിയിൽ താഴത്തോട്ട് പോയി. ഇപ്പൊ കമ്പൈൻഡ് എഫക്ട് എന്തായി? നല്ല രീതിയിൽ ഡൗൺ ആയി പോയി കണ്ടു. ഇനി മാർച്ച് ഏപ്രിലോട്ട് വരുമ്പോൾ കാണാം പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. മീൻസ് എല്ലാ ആൾക്കാരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അടുത്ത ആൾ വളരെ ചെറുതായിട്ടൊന്ന് പെർഫോം ചെയ്തു. പക്ഷെ അടുത്തൊരാളോ ആള് കുറച്ച് വീക്കായി പോയി. അപ്പോൾ കമ്പൈൻഡ് എഫക്ട് എടുക്കുമ്പോൾ എന്തായി? ചെറിയ രീതിയിലൊന്ന് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരിക്കലും നമുക്കൊരു നോർമൽ ലൈൻ ചാർട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും? വാട്ടർഫോൾ ചാർട്ട്. അതായത് ഒരു ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ എടുത്തുമ്പോഴേക്കും അതിൽ എന്തൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് സംഭവിച്ചു, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആര് യൂസ് ചെയ്യുക? വാട്ടർഫോൾ ചാർട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ എടുത്തുമ്പോഴേക്കും അതിൽ എന്തൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് വന്നു. അതായത് ജാനുവരിയിലെ പ്രോഫിറ്റ് ഫെബ്രുവരിയിലോട്ട് എത്തുമ്പോഴേക്കും അതിൽ എന്തൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് വന്നു, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആര് യൂസ് ചെയ്യാം? വാട്ടർഫോൾ ചാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ ആണോ? വാട്ടർഫോൾ ചാർട്ട്. Yes, sir. ഓക്കെ, ഓൺലൈൻ ബാക്കിയുള്ളവർ ക്ലിയർ ആണോ വാട്ടർഫോൾ ചാർട്ടിന്റെ കൺസെപ്റ്റ്? യെസ് സർ. യെസ് സാർ, യെസ് സാർ. എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി എല്ലാവരും. കാറ്റഗറീസിലോട്ട് മന്തും വൈ ആക്സിലോട്ട് പ്രോഫിറ്റും ആരുടെയാണോ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് കണ്ടുപിടിക്കേണ്ടത് ആ ഒരാള് ബ്രേക്ക് ഡൗണിലോട്ടും ആഡ് ചെയ്യാം. നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓൺലൈൻ പ്രോപ്പറായി കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രം ഒന്ന് ഹാൻഡ് ചെയ്ത് പ്രോപ്പർലി കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. സാർ പക്ഷെ നമ്മളിപ്പോ റിപ്പോർട്ട്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ലൈൻ ചാർട്ട് അല്ലേ മിക്കവാറും കൊടുക്കുന്നത്?
ചോദിച്ചാ ഓൺലൈൻ ആരാണ് ചോദിച്ചേ? സാർ നമ്മള് റിപ്പോർട്ട്സ് വ്യൂ ചെയ്യുമ്പോൾ ലൈൻ ചാർട്ട് അല്ലേ മോസ്റ്റ് ഉപയോഗിക്കാറ്? ലൈൻ ചാർട്ട് യൂസ് ചെയ്യും. അതിന് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, വാട്ടർഫോൾ ചാർട്ടിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ. അത് വെറുതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കില്ല. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തു. ഈവൺ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് മെഷീൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അതിന്റെ അകത്ത് ഒരു AI ഫീച്ചർ പവർ ബിയുടെ അകത്തുണ്ട്. എല്ലാവർക്കും ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി എങ്ങനെയാണ് ആ ഒരു AI ഫീച്ചർ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് ഏത് പോയിന്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്, ജൂണിൽ നിന്ന് ജൂലൈയിലോട്ട്. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാണാൻ പറ്റും, അനലൈസ്. അപ്പൊ മെഷീനിൽ ചോദിക്കാം എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഡിക്രീസ്. ആ എക്സ്പ്ലെയിൻ ഡിക്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ഫീച്ചർ വർക്ക് ആവും, കാണിച്ചു തരും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡെമോ ഡാറ്റ ആയതുകൊണ്ടാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തത്. ഞാൻ വേറെ റിപ്പോർട്ടിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു ഡാറ്റയുടെ അകത്ത് കയറിയിട്ട് ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ലൈൻ ചാർട്ടിന്റെ X ആക്സിലോട്ട് ഡേറ്റ് ടേബിളില് ഡേറ്റ് കറക്റ്റ് മാർക്കും, Y ആക്സിലോട്ട് ജസ്റ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെയും കറക്റ്റ് ആണ്. ജൂലൈയിൽ എടുക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും. ജസ്റ്റ് അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അനലൈസ്, എക്സ്പ്ലെയിൻ ദ ഡിക്രീസ്. ഇപ്പൊ ഒരു AI ഫീച്ചർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ. ഓരോന്നിനെയും ബേസ് ചെയ്ത് പറയും. ബൈ മന്ത് ആൻഡ് ഷിപ്പ് മോഡ്, അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഷിപ്പ് മോഡ് ആണെങ്കിൽ എങ്ങനെ, ഇനി അവിടെ വരുന്ന അടുത്ത ഇതാണ് സബ് കാറ്റഗറി ആണെങ്കിൽ എങ്ങനെ, ഓരോ റീജിയൻ വൈസ് ആണെങ്കിൽ എങ്ങനെ, ഇനി ഓരോ മാർക്കറ്റ് വൈസ് ആണെങ്കിൽ എങ്ങനെ, ഓരോ സെഗ്മെന്റ് വൈസ് എങ്ങനെയാണ് പോകുന്നത്. ഉണ്ടോ? എല്ലാ ഫാക്ടേഴ്സും മെഷീൻ തന്നെ അവിടെ കാണിച്ചു തരും. ഓരോ കൺട്രി വൈസ് ആണെങ്കിൽ എങ്ങനെ, ഓരോ കാറ്റഗറി വൈസ് ആണെങ്കിൽ എങ്ങനെ. അവിടെയും ഓഫീസ് സപ്ലൈസും ഫർണിച്ചർ ടെക്നോളജി 3 കാറ്റഗറിയുടെ പെർഫോമൻസ് എന്താണ്, താഴത്തോട്ടാണ് പോകുന്നത്. ഇനി ഇതാണ് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ജസ്റ്റ് ഇതിന്റെ മുകളിൽ എന്ത് കാണാൻ പറ്റും, പ്ലസ് ഐക്കൺ, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് നമ്മുടെ പേജിലോട്ട് ആഡ് ആയിട്ടുണ്ടാവുണ്ടോ. അത്രയും പോർഷൻ മാത്രം. നോർമൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും, മുഴുവനും കിട്ടില്ല. നമുക്ക് ആ ഒരു പോർഷൻ മാത്രം അവിടെ കിട്ടിയുണ്ടാവും. നമുക്ക് ഇത് എന്താ ചെയ്യാം, ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. കാറ്റഗറി വരുമ്പോൾ ഇതാണ് അവിടെ വന്നിരിക്കുന്ന ചേഞ്ച്, അതാണ് പ്രോഫിറ്റ് ഡിക്രീസിനുള്ള റീസൺ. വീണ്ടും എന്ത് ചെയ്യാം, അടുത്തത് ചെയ്ത് കൊടുക്കാം. അനലൈസ്, എക്സ്പ്ലെയിൻ ദ ഡിക്രീസ്. ഇവിടെ ഓർഡർ പ്രയോറിറ്റി പറഞ്ഞ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷനും അവിടെ കിട്ടുന്നുണ്ടോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു AI ഫീച്ചർ പവർ ബിയുടെ അകത്ത് തന്നെയുണ്ട്. ജസ്റ്റ് ആ ഡാറ്റ പോയിന്റ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അനലൈസ്, എക്സ്പ്ലെയിൻ ദ ഡിക്രീസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെമോ ഡാറ്റ ആയതുകൊണ്ട് അതിൽ പ്രോപ്പറായിട്ട് ആ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നല്ല പ്രോപ്പറായിട്ട് റിയൽ ടൈം ഡാറ്റയുടെ അകത്തേക്ക് എന്ത് ചെയ്യും, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അനലൈസ്, എക്സ്പ്ലെയിൻ ദ ഡിക്രീസ്. അപ്പൊ മുകളിൽ കാണിച്ചിട്ടുണ്ടോ, ഹിയർ ഈസ് ദ അനാലിസിസ് ഓഫ് 14.51% ഡിക്രീസ് ഇൻ ദ പ്രോഫിറ്റ് ബിറ്റ്വീൻ ജൂൺ ആൻഡ് ജൂലൈ. എത്ര പെർസെന്റേജ് ഡൗൺ ആണെന്ന് പോലും അവിടെ കൺവേർട്ട് ചെയ്ത് കേട്ടോ. 14.51% താഴത്തോട്ടാണ് പോയിരിക്കുന്നത്. ക്ലിയർ ആണ് ഈ ഒരു ഫീച്ചറിന്റെ കൺസെപ്റ്റ്. ഇനി വാട്ടർഫോൾ ചാർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രിഡ്ജ് ചാർട്ട് എന്ന് കൂടെ തന്നെ കോൾ ചെയ്യും. ബ്രിഡ്ജ് ചാർട്ട്. ഒരു പാലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്ന് എന്തായിരിക്കും, ഒരുപാട് പില്ലേഴ്സ് ഉണ്ടാവും. ഈ പില്ലേഴ്സ് ആണ് ഈ കാണുന്ന ബ്ലൂ കളേഴ്സ്. പില്ലേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ അവിടെ ഒരു ഫ്ലോട്ടിംഗ് മെമ്പർ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ആ ഒരു കാറ്റഗറി. അപ്പൊ ഒരു ഫ്ലോട്ടിംഗ് മെമ്പേഴ്സിന്റെ അപ്പും ഡൗൺ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന വിഷ്വലിന്റെ പേരാണ് വാട്ടർഫോൾ ചാർട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് ചാർട്ട്.
കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും കൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇതുവരെ എടുത്ത വിഷ്വൽസും കാര്യങ്ങളും ക്ലിയർ ആണ് എല്ലാവർക്കും? ഏതൊക്കെയായി? ക്ലസ്റ്റേർഡ് കോളം ചാർട്ടായി, പിന്നെയോ സ്റ്റാക്ക്ഡ് കോളം ചാർട്ടായി, ലൈൻ ചാർട്ട്, റിബൺ ചാർട്ട്, വാട്ടർഫോൾ ചാർട്ട്. അത് ഓരോ വിഷലിനും അതിൻ്റെതായ സ്പെസിഫിക് പർപ്പസ് മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. വെറുതെ ഒന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, റിപ്പോർട്ടിൽ വാട്ടർഫോൾ ചാർട്ട് ഒന്നും ഡിസ്പ്ലേ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആരൊക്കെ യൂസ് ചെയ്യും, വാട്ടർഫോൾ ചാർട്ടൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ വെറുതെ കൊണ്ടുവച്ചാൽ കാണാൻ നല്ല രസം എന്നല്ലാതെ പെട്ടെന്ന് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പറ്റുമോ? ഇന്ന് അത്ര നോർമൽ ആയിട്ടുള്ള വിഷലല്ല എന്താണ് വാട്ടർഫോൾ ചാർട്ട് എന്ന്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ് സമയത്തൊക്കെ നമ്മൾ വാട്ടർഫോൾ ചാർട്ട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആര് യൂസ് ചെയ്യും? ലൈൻ ചാർട്ടും ബാർ ചാർട്ടും പൈ ചാർട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓൺലൈൻ ക്ലിയർ അല്ലേ? യെസ് സർ. എന്തെങ്കിലും കൺഫ്യൂസിങ് എലമെന്റ് ഉണ്ടോ ഈ വിഷ്വൽസ് തമ്മിൽ എന്തെങ്കിലും? ഏതാ സിമ്പിൾ, ഡാക്സ് ആണോ വിഷ്വൽസ് ആണോ? ഏതാ സിമ്പിൾ ആയിട്ട് തോന്നിയത്? ഡാക്സ് ആണോ വിഷ്വൽസ് ആണോ? വിഷ്വൽ ആണോ സിമ്പിൾ? എനിക്ക് ഡാക്സ് ഇഷ്ടം. വിഷ്വൽ ആകുമ്പോൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്ക് അധികം ഫീൽ ചെയ്യാറില്ല. ഡാക്സ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പലതും എഴുതി ഉണ്ടാക്കി ചെയ്യുമ്പോൾ രസം. വിഷ്വൽ ആകുമ്പോൾ എന്തായി ആ ചെയ്ത കാര്യം നേരെ ഔട്ട്പുട്ടിലോട്ട് കാണിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ എന്തോ വലിയൊരു അത്ര എനർജി കിട്ടാറില്ല. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ എനിക്കും അത്ര എനർജി ഉണ്ടാവാറില്ല. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർമൽ കോളം ചാർട്ട് തന്നെ അതിനെ ഒന്നുകൂടെ വേറൊരു ലെവലിലോട്ട് കസ്റ്റമൈസ് എടുക്കുന്ന ഒരു ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ നോർമൽ കോളം ചാർട്ട് മീൻസ് ഒരു ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ക്ലസ്റ്റേർഡ് കോളം ചാർട്ട് എന്തിനാ യൂസ് ചെയ്യാം? കമ്പാരിസൺ പെർഫോം ചെയ്യാനല്ലേ. ഒരു കാറ്റഗറീനെ ഒരു ന്യൂമറിക്കൽ വാല്യൂനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് ഓരോ മന്തിലെയും റവന്യൂ കമ്പയർ ചെയ്യണം. ഇപ്പോൾ എക്സ് ആക്സിലോട്ട് ആരായിരിക്കും ആഡ് ചെയ്യാം? മന്ത് ആയിരിക്കും ആഡ് ചെയ്യാം. എക്സ് ആക്സിലോട്ട് മന്ത് ആഡ് ചെയ്തു, വൈ ആക്സിലോട്ട് എന്തായിരിക്കും? ടോട്ടൽ സെയിൽസ്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള ഓരോ സെയിൽസും എന്തായിരിക്കും? കമ്പൈൻഡ് ആയിരിക്കും. ഓരോ ഇയർ വൈസ് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്യുന്നു, സ്ലൈസറിലോട്ട് ഇയർ ആഡ് ചെയ്തു, നെക്സ്റ്റ് സ്ലൈസറിന്റെ സ്റ്റൈൽ ഞാൻ നേരെ സ്റ്റൈലിലോട്ട് മാറ്റി. ഓക്കെ, ഇത്ര വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇനി ഞാൻ 2018 സെലക്ട് ചെയ്തു. അപ്പൊ വിഷ്വൽ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 2018 ടോട്ടൽ സെയിൽസ് വഴി മന്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ക്ലയന്റ് റിക്വയർമെന്റ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 2018 ഓരോ മന്തിനും അവിടെ ടാർഗറ്റ് വാല്യൂ ഉണ്ട്. 2018 ജാനുവരി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറിലെ വാല്യൂ ആണ് ടാർഗറ്റ്. ഫെബ്രുവരിയിലും അത് തന്നെയാണ് ടാർഗറ്റ്, മാർച്ചും എല്ലാം ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് വാല്യൂ കൂടെ എന്ത് ചെയ്യണം, അതിന്റെ അടുത്ത് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് അവർ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ത് ചെയ്യാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ വിഷ്വലിനകത്ത് നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്യണം? ഇനി ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം, ഞാൻ നേരെ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നേരെ എടുത്തിട്ട് വൈ ആക്സിന്റെ ഫീൽഡിലോട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി വൈ ആക്സിൽ ആരുണ്ട്? ടോട്ടൽ സെയിൽസ് ഉണ്ട്. അതിന്റെ കൂടെ ആരെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. എന്തായി? ക്ലസ്റ്റേർഡ് കോളം ചാർട്ടായി ഉണ്ടോ? ക്ലസ്റ്റേർഡ് ആയി. ഓരോ ഡാറ്റാ പോയിന്റിലും 2 കോളം വീതമായി. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെ മന്താണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ മന്താ ടാർഗറ്റ് അച്ചീവ് ആയത്? സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് തരാം. കൺഫ്യൂസിങ് ആവുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാ കൺഫ്യൂസിങ് ആവാനുള്ള റീസൺ? എല്ലാ ഡാറ്റാ പോയിന്റിലും ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുവാണ്. അപ്പൊ ഏതൊരാൾക്കും എന്താവും,
കൺഫ്യൂഷൻ ആവും. ഇതിന് പകരം എല്ലാ ഡാറ്റ പോയിന്റിലും ഒരാൾ മാത്രമാണെങ്കിലോ പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയായിരിക്കും ഇതിനെ ഒരാളാക്കിയിട്ട് മാറ്റുക? നമുക്ക് എന്താ വേണ്ടത്? ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ ആരെക്കാളും ഉണ്ടാവും? ഡാർക്ക് ബ്ലൂ കളറിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ സെയിൽസിന്റെ മുകളിലോട്ട് ആരെ മാറ്റി വെച്ചാൽ മതി? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിന് എടുത്തു വെച്ചാൽ മതി. അത് ഓവർലാപ്പ് ചെയ്യണം. ആരുടെ മുകളിലോട്ട്? ടോട്ടൽ സെയിൽസിന്റെ മുകളിലോട്ട് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തൊരു ഓവർലാപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. നമുക്ക് ആരെയാണ് ഓവർലാപ്പ് ചെയ്യേണ്ടത്? കോളംസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ വിഷ്വൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് കാണാൻ പറ്റും? കോളംസ്. കോളത്തിൽ നമ്മൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഓർമ്മയില്ലേ? താഴത്തോട്ട് വരുമ്പോൾ ഏത് ഓപ്ഷൻ കാണാൻ പറ്റും? ലേ ഔട്ട്. അത് കോളത്തിന്റെ ലേ ഔട്ട്സ്. അവിടെ വന്നിട്ട് താഴെ വരുമ്പോൾ അവിടെ എന്ത് കാണാം? ഓവർലാപ്പ്. ഫീച്ചർ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് ഓഫ് ആയിരിക്കും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. മുകളിൽ എന്ത് കാണാൻ പറ്റും? സ്പേസ് ബിറ്റ്വീൻ സീരീസ്. അത് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ കാണാൻ പറ്റും ആരുടെ മുകളിലോട്ടാണ് ഓവർലാപ്പ് ആവുന്നത്. ആരുടെ മുകളിലോട്ട് ഓവർലാപ്പ് ആവുന്നത്? ടോട്ടൽ സെയിൽസിന്റെ മുകളിലോട്ട് ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ഞാൻ തിരിച്ചു വേണമെങ്കിൽ താഴെ എന്ത് കാണാൻ പറ്റും? ഫ്ലിപ്പ് ഓവർലാപ്പ്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയി ഉണ്ടാവും. തൽക്കാലം അത് ഓഫാക്കി പഴയത് രൂപത്തിൽ തന്നെ ആക്കി എന്ത് ചെയ്തു? 100% ആക്കി വെച്ചു. ഇനി ഒന്ന് പറഞ്ഞു ഏതൊക്കെ മന്താണ് ടാർഗറ്റ് അച്ചീവ് ആയിരിക്കുന്നത്? മാർച്ച്, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? പക്ഷെ ഇത് കറക്റ്റ് ആയിരിക്കും നമ്മൾ പറയുന്ന കാര്യം. ജാനുവരി അച്ചീവ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? രണ്ടാണ് സെയിം ആണെങ്കിലോ കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? മുകളിൽ ഒരാൾ കയറി നിന്നുവല്ലേ. ഇപ്പൊ ബാക്കിലും സെയിം ഹൈറ്റിൽ ഒരാളാണെങ്കിൽ നമുക്ക് ആരെ മാത്രമേ കാണാൻ പറ്റൂ? ഫ്രണ്ടിലെ ആൾക്കാരെ മാത്രമേ കാണാം. 3D ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സൈഡിൽ നിന്ന് പോയി നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്? എല്ലാം 2Dയുടെ കൺസെപ്റ്റിലാണ്. പിന്നെ എന്താ ചെയ്യാം? ഫ്രണ്ടിലേക്ക് ആൾക്കാരെ കാണുകയും വേണം, പുറകിലേക്ക് ആളെയും കാണണം. രണ്ടും വേണം. സ്പേസ് കുറച്ചാൽ എന്താ? കൺഫ്യൂഷൻ ആവും. കളർ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. സ്പേസ് വേണമെങ്കിൽ കുറച്ച് വെക്കാം. പക്ഷെ എല്ലാ ഡാറ്റ പോലെ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതിന് അടുത്ത് ചെയ്യേണ്ട പ്രോസസ് ഇത്രയേ ഉള്ളൂ. നേരെ കളർ ചേഞ്ച് ചെയ്തു. ആരുടെ കളർ? ഏറ്റവും മുകളിലുള്ള ആളുടെ കളർ. ആരാ മുകളിലുള്ളത്? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ഞാൻ എന്ത് ചെയ്തു? കളർ ഒന്ന് മാറ്റി നോക്കി. കളർ മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈവൻ എന്ത് ചെയ്യാം? നമുക്ക് വൈറ്റ് കൊടുത്ത് നോക്കാം. വല്ല കാര്യമുണ്ടോ? ഇല്ല. കളർ എന്ത് കൊടുത്താലും നമുക്ക് വിചാരിച്ച ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ആണ് എന്ത് ചെയ്യുക? മുമ്പിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുക? അങ്ങ് ട്രാൻസ്പെറന്റ് ആക്കുക. അപ്പൊ നമുക്ക് ആരെയും കാണാൻ പറ്റും, പുറകിൽ നിൽക്കുന്ന ആളെയും കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? മുമ്പിൽ നിൽക്കുന്ന ആള് ഇൻവിസിബിൾ ആയി. ആളുണ്ട്, പക്ഷെ എന്താണ്? നമുക്ക് കാണാൻ പറ്റില്ല. അതിനുശേഷം അവിടെ എന്ത് ഓപ്പൺ ചെയ്യുക? ബോർഡർ അങ്ങ് ഓൺ ചെയ്തിടുക. ഇപ്പൊ കണ്ടോ? ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യാം? ആളുടെ ഔട്ട്ലൈൻ കാണാൻ പറ്റും. ആളുടെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പുറകിൽ നിൽക്കുന്ന ആളെ കാണാനും പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തായി? ഓരോ ഡാറ്റാ പോയിന്റിലും ആ ഒരു ഗേജ് വിഷ്വലിന്റെ കൺസെപ്റ്റ് പോലെ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് കാണുമ്പോൾ നോർമൽ കോളം ചാർട്ട്, പക്ഷെ അതൊക്കെ കിട്ടുന്ന വാല്യൂ എന്താണ്? ഇൻസൈറ്റ്സ് വളരെ വലുതായിരിക്കും ഉണ്ടാവും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ബോർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് തിക്കറാക്കി മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കൺസെപ്റ്റ് കിട്ടുന്നുണ്ടാവും. ഏതൊക്കെ മന്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് ടാർഗറ്റിന്റെ അടുത്തെത്തി നിൽക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ? ടാർഗറ്റിന്റെ അടുത്ത് എത്തി, പക്ഷെ എന്താണ്? ചെറിയൊരു ഇതുകൊണ്ട് എത്തിയില്ല. പക്ഷെ ജാനുവരി മാസം അങ്ങനെയല്ല, അല്ലെങ്കിൽ മെയ് മാസം അങ്ങനെയല്ല, ഒരുപാട് അവിടെ ബാക്കിയുണ്ട് കണ്ടോ? 17 എടുക്കുമ്പോൾ ഉണ്ടാവില്ല, 9 എടുക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടോ? മാർച്ച് മാസം എന്താണ്? പകുതി പോലും ടാർഗറ്റ് അച്ചീവ് ആയില്ല കണ്ടോ? പക്ഷെ ജാനുവരി മാസം എന്താണ്? ഏകദേശം അച്ചീവ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വാല്യൂടെ കുറവ് അവിടെ ഇല്ല കണ്ടോ? അപ്പൊ അത് ഈസി ആയിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോർമൽ കോളം ചാർട്ട് തന്നെ, പക്ഷെ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കണ്ടോ? ഈ ചെയ്തൊരു കസ്റ്റമൈസേഷൻ ലെവൽ ക്ലിയർ ആണോ? ഓൺലൈൻ ക്ലിയർ ആണോ?
യെസ് സർ. ഓക്കെ. ഡാക്സും വിഷ്വൽസും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് കസ്റ്റമൈസേഷൻ കൺസെപ്റ്റ് പോസിബിൾ ആണ് കേട്ടോ. ഓൺലൈൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഫസ്റ്റ് പോയിട്ട് ചെയ്യേണ്ട കാര്യം ലേ ഔട്ട് അറേഞ്ച് ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻസിയുടെ ഫീച്ചർ കൺട്രോൾ ചെയ്യുക കേട്ടോ.
ചെയ്തു കഴിഞ്ഞ എല്ലാവരും ഓൺലൈൻ ബാക്കി ആരും ചെയ്യുന്നില്ലേ? വിഷ്വലും ഡാക്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് വിഷ്വലൈസേഷൻ മാത്രമേ പവർ ബി ചെയ്യാൻ പറ്റൂ. നിങ്ങൾ റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ വിഷ്വൽസ് ഒക്കെ എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യുക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നോർമൽ റിപ്പോർട്ട് അല്ല, ഇതിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളും ആഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ വിഷ്വൽസ് ഒക്കെ ഏതെങ്കിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? വളരെ റയർ ആയിട്ട് ഇതുപോലെ വിഷ്വൽസ് ഒക്കെ അതിൽ കാണാറുള്ളൂ. ഇതൊക്കെ അതിന്റെ ജസ്റ്റ് സാമ്പിളേ ആയുള്ളൂ. ഒരുപാട് കസ്റ്റമൈസേഷൻ പറ്റും കേട്ടോ. പക്ഷെ ഡാക്സിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം, എന്നാലേ എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പലർക്കും ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഓൺലൈൻ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി. താങ്ക് യു സർ. ഓക്കെ.